ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ആഡിയോസ് അമീഗോസ് കാണാൻ വേണ്ടി PVR ഫോറം മോളിൽ വന്നിരിക്കുകയാണ്. അനുഭവം ഉണ്ട് കൂടെ. അപ്പോൾ രാവിലെ 9 മണിക്കത്തെ ഷോ ആണ് കേട്ടോ. സ്ക്രീൻ 3-യിലാണ്. ഫൈനലി ഞങ്ങൾ സ്ക്രീൻ 3-യിൽ ഒരു സിനിമ കാണാൻ കയറുകയാണ്. ഇവിടെ ഇതുവരെ കയറാത്ത ഒരേ ഒരു സ്ക്രീനാണത്. സിനിമ കണ്ടിട്ടില്ലാന്നേ ഉള്ളൂ, 3 തവണയെങ്കിലും ആ തിയേറ്റർ കയറി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒഫീഷ്യലി ഇവിടെ PVR ഫോറം മോളത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ ഹാളും ഏറ്റവും കൂടുതൽ സീറ്റുള്ള തിയേറ്റർ. സ്ക്രീൻ 3. ഈ സ്ക്രീൻ 4K ആണ്, പക്ഷേ 7.1 ഡോൾബി സറൗണ്ടാണ് ഇവിടെ ഉള്ളത്. അതായത് മുകളിൽ അറ്റ്മോസിലുള്ള പോലത്തെ സ്പീക്കേഴ്സ് ഇല്ല. ഇന്ന് പിന്നെ 99 റുപ്പീസ് ഉണ്ടായിരുന്നു നോർമൽ ടിക്കറ്റ്, പിന്നെ 199 റുപ്പീസ് റിക്ലൈനർ. ഞങ്ങൾ റിക്ലൈനറാണ് എടുത്തത്. റിക്ലൈനർ എടുത്ത് നന്നായല്ലേ. 199 ഓഫർ പ്രൈസിന് ഈ റിക്ലൈനർ കിടുമായിരുന്നു. ഈവൻ USB ചാർജിങ് പോർട്ട് ഉണ്ട്. മൊബൈലും എന്തെങ്കിലും നിങ്ങൾക്ക് USB വഴി ചാർജ് ചെയ്യാം. റിക്ലൈനേഴ്സ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, എസ്പെഷ്യലി നെക്ക് റെസ്റ്റ് ഭാഗമൊക്കെ. പിന്നെ സിനിമയും കാര്യം ബോറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള അത്രയും കംഫർട്ട് ഉണ്ടായിരുന്നു. ആഡിയോസ് അമീഗോ സിനിമ കണ്ട് വീട്ടിലെത്തി. സുരാജ് ഏട്ടൻ്റെ വേറെ ലെവൽ പെർഫോമൻസ് ആസിഫ് അലി വൺസ് അഗെയിൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അനഘ കഴിഞ്ഞ സിനിമയുടെ ക്ഷീണം മാറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ടു അനഘയുടെ റോളിനകത്ത്. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, പക്ഷെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഫസ്റ്റ് ഹാഫ് നല്ല കിഡിലനായിട്ട് തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി റബ്ബർ ബാൻഡ് പോലെ പടം ഒന്ന് വലിയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ചെറിയൊരു വലിച്ചിൽ അഴച്ചിൽ ഒഴുകിയെ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് വികൃതി എന്നുള്ളൊരു സിനിമ വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു എനിക്ക് ആ പടം. അപ്പോൾ ഒരു ദിവസത്തെ ഒരു ഇൻസിഡൻറ്റ് രണ്ടാൾക്കാരെ മീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഒരു നോർത്ത് പറവൂരുകാരനും ഒരു ഇടുക്കിക്കാരനും കണ്ടുമുട്ടുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. ഇവരുടെ കണ്ടുമുട്ടലും പിന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ സിനിമ. പേഴ്സണലി എനിക്ക് സിനിമ വർക്കായി. പക്ഷെ അതിഗംഭീര പടം അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സുരാജ് ചേട്ടൻ്റെ അഭിനയമാണ്. വാട്ട് എ പെർഫോമൻസ്! ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഇതിൽ ആസിഫ് അലിയുടെ പെർഫോമൻസും വളരെ നല്ലതാണെങ്കിലും അതിൻ്റെ 2 പടി മുകളിലാണ് എൻ്റെ അഭിപ്രായത്തിൽ സുരാജേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ആ 2 പേരുടെ ക്യാരക്ടറിൽ സുരാജേട്ടനോട് നമുക്ക് ഭയങ്കരമായിട്ടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നും സെക്കൻഡ് ഹാഫിൽ. എന്നാൽ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് സുരാജേട്ടനെ ഭയങ്കര ഡൗട്ട് അടിക്കും. അങ്ങനത്തെ രീതിയിലാണ് സിനിമ പോകുന്നത്. ഏതാണ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, മനസ്സിലാക്കുക. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറയില്ലേ വർക്കായി. പക്ഷെ ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഇതുപോലെ നിങ്ങൾക്ക് ആവണമെന്നില്ല. പുതിയ ജനറേഷനിലെ ആൾക്കാർക്കൊക്കെ എത്രത്തോളം ഈ സിനിമ ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഫാമിലിക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടവും. ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ വർക്ക് ആകും. കാരണം ഇതിനകത്ത് അത്രത്തോളം കോമിക് എലമെൻസ് ഉണ്ട്, കുറേ സിറ്റുവേഷണൽ നാച്ചുറലായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇതുപോലെയുള്ള ആൾക്കാർ ജീവിതത്തിലുണ്ട്. ഞാൻ കോളേജിലും പല സ്ഥലങ്ങളിലും ഇതുപോലെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടനാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. എന്നാൽ ഒരുപാട് പേരെ സഹായിക്കണമെന്ന് മനസ്സ്, അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. ഇങ്ങനത്തെ ആൾക്കാർ പ്രത്യേക ടൈപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ പ്രത്യേക ടൈപ്പ് ആൾക്കാരെ ഞാൻ എൻ്റെ ലൈഫിൽ പല അവസരങ്ങളിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും ഒരു നല്ല സിനിമ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ആയത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അനുപയോട് ചോദിച്ചപ്പോൾ അനുപയും പറഞ്ഞ അനുപയ്ക്കും വളരെയധികം ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. അനുപയ്ക്കും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് സുരാജ് ചേട്ടൻ്റെ പെർഫോമൻസ് ആണ്. അതാണ് ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഒരു കാര്യം എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. ഇതിൽ ഒരുപാട് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രൂ ആണ് ഇതിനകത്തുള്ളത്. ജിംഷി ഖാലിദ്, നമ്മുടെ വിഷ്ണു ഗോവിന്ദ് മ്യൂസിക്,
അങ്ങനെ ഇഷ്ടം പോലെ പേരുണ്ട്. ടെക്നിക്കലി ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരപ്പോഴും ഓവർ ദ ടോപ്പ് ഒരു സാധനം പിടിക്കുന്നതിന് പകരം വളരെ സട്ടിലായിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് എടുത്തൊരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഇതിനകത്ത് അവരൊക്കെ ഫുൾ മാക്സിമം റിലാക്സ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് ബാക്കി രണ്ടുപേരും, ആസിഫ് അലിനെയും സുരാജ് ചേട്ടനും. നിങ്ങൾ പൊളിക്ക്, ഞങ്ങൾ ബാക്കി നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇത് പകർത്തിയെടുത്തോളാം, നിങ്ങൾ തകർത്തോ. ആ രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര ടെക്നിക്കൽ ബ്രില്യൻസിൻ്റെ സെറ്റപ്പിലേക്കും അവർ പോയിട്ടില്ല. എന്നാൽ കുറച്ച് ഫസ്റ്റ് ഹാഫ് ഭൂരിഭാഗം നേരം ഒരു ലോ ഫ്ലോർ ബസ്സിൻ്റെ അകത്താണ്. അതും നമ്മുടെ ഇവിടെ കൊച്ചി പരിസരങ്ങളാണ് കൂടുതലും ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ കോളം കാണിക്കുന്നുണ്ട്, അങ്ങനെ വേറെ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, നമ്മുടെ കൊല്ലമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു റോഡ് ടൈപ്പ് ഓഫ് മൂവിയാണ്, പക്ഷെ ഒരു യുണീക്ക് ടൈപ്പ് സാധനമാണ്. എനിക്ക് എവിടെയൊക്കെയോ കേരള കഫേയിൽ ഹാപ്പി ജേണി എന്ന് പറഞ്ഞ് ജഗദീഷ് ശ്രീകുമാറും നമ്മുടെ നിത്യമേനോൻ്റെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെ പല പല സാധനങ്ങൾ ഓർമ്മ വന്നു, പല സാധനങ്ങൾ. പിന്നെ ഞാൻ ബസ്സിൽ സഞ്ചരിച്ചപ്പോൾ കണ്ടിട്ടുള്ള കുറച്ച് തരം ആളുകൾ, അങ്ങനെ കുറേ റിലേറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയൊക്കെയോ കണ്ട മുഖം കണ്ടു മറന്ന ആൾക്കാരുടെ പോലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പല കാര്യങ്ങൾ ഫീൽ ചെയ്ത്. ഞാൻ പറയുന്നത് ഒരാൾ തന്നെ മൊത്തത്തിലല്ല, അതായത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇന്ന ട്രൈറ്റ്സ് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സിൻ്റെ അവിടെ ഇവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിനകത്തൊരു കിടിലൻ സീനുണ്ട്. ഇന്നേ വരെ സ്റ്റാർ ഹോട്ടലിൽ കയറാത്ത ഒരു ക്യാരക്ടർ. അത് ഇതിൽ ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ക്യാരക്ടർ, ഇതിലൊരാൾ സ്റ്റാർ ഹോട്ടലിൽ കയറുമ്പോൾ കാണിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത് കാണണം. എന്ത് നാച്ചുറലായിരുന്നു അറിയാമോ, അത് അൺബിലീവബിൾ. കാരണം ഈ നടന്മാർ രണ്ടുപേരും സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാത്തവരല്ല. അപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ ആദ്യമായിട്ട് കാണുന്ന പോലെ അത് നമ്മളെ ബിലീവബിൾ ആക്കി അഭിനയിച്ചിരിക്കുന്ന രീതി, എൻ്റെ മോനെ സൂപ്പറായിരുന്നു, സൂപ്പർ. അങ്ങനെ കുറച്ച് മൈന്യൂട്ട് സാധനങ്ങളുണ്ട്. പിന്നെ ആഡിയോസ് അമീഗോ എന്നുള്ള പേര് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിലെ ആ വാക്ക് ഉപയോഗിക്കുന്ന ക്യാരക്ടറിന് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഫുഡും മെക്സിക്കനാണ്. ഇഫ് യു നോ ഈ സാധനം ഗെയിമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ വാൾപേപ്പറോടെ വന്നു എന്നുള്ളത്. എന്തായാലും വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഗെയിംസ് ഇൻ മൈ ഒപ്പീനിയനാണ് ഈ കാണുന്ന സാധനം. അപ്പോൾ ഈ സിനിമ ഇൻ ഫ്യൂച്ചർ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കോമഡി മൂവി ആവാനുള്ള ചാൻസസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ബ്രില്യൻ്റ്ലി ആക്റ്റഡ് ബൈ ബോത്ത് ആക്ടേഴ്സ്. പക്ഷേ സുരാജ് ഏട്ടൻ ഇപ്പോൾ ആസിഫ് അലി ഇവിടെയാണെങ്കിൽ സുരാജ് ഏട്ടൻ അങ്ങോട്ട് ആർമാനിച്ച് വേറെ സീനാക്കി കളഞ്ഞു. അത്ര രസമായിട്ടാണ് സുരാജ് ഏട്ടൻ അഭിനയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊരു ചെറിയ പ്ലോട്ടാണ്, ചെറിയ സാധനമാണ്, പക്ഷെ നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ട്. ഫാമിലി ഓഡിയൻസസ് ഒക്കെ ഈ സിനിമ ഏറ്റെടുക്കും, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും ഭയങ്കര ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്ന ഒരു ജനവിഭാഗം ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലാണ്. അവർക്ക് ഇങ്ങനെ മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഇത് രണ്ടിനും പെടുന്ന സാധനമല്ല, ഇത് ഇടയിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഈ ഇടയിൽ വരുന്ന സാധനങ്ങൾ പൊതുവെ ഇപ്പോഴത്തെ ഓഡിയൻസിന് അങ്ങനെ യൂത്തിനെ അങ്ങോട്ട് പിടിക്കാറില്ല. അപ്പോൾ യൂത്തിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷേ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്ര എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ സിനിമ ഓൾറെഡി കണ്ടവരാണെങ്കിൽ അഭിപ്രായം എന്താണെന്ന് പറയാം. വാച്ചിങ് ദിസ് അറ്റ് സ്ക്രീൻ 3 4K ഡോൾബി 7.1 വാസ് സൂപ്പർ. ഇത് 4K ഔട്ടായിരുന്നു എനിക്ക് ഉറപ്പാണ്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, ഫുട്ടേജ് കിടിലൻ ക്ലാരിറ്റി ആയിരുന്നു. ഇഫ് ഐ ആം റൈറ്റ് ഇത് IAB അല്ല, എനിക്ക് തോന്നുന്നു 4K 7.1 ആകുന്നുണ്ട് ഇതിൻ്റെ DCP വന്നിരിക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ഒരു ഊഹം വെച്ച് പറയാണ്, കണ്ട കാഴ്ച വെച്ചിട്ട്. ബ്രില്യൻ്റ് പ്രൊജക്ഷൻ ആയിരുന്നു സ്ക്രീൻ 3 കിടിലൻ, വെറുതെ അമ്മാതിരി ക്ലാരിറ്റി. സ്ക്രീൻ 3 ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രീൻ 4 PXL ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രീൻ ഡെഫിനറ്റ്ലി സ്ക്രീൻ 3 ആണ്. സ്ക്രീൻ 4 ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത ബെസ്റ്റ് തിയേറ്റർ ഇൻ ഫോറം മോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ 3. ഒന്നും പറയാനില്ല, ഒരു തർക്കമില്ല അതിൽ. പിന്നെ ഇന്ന് ഒരു സാധനം എനിക്കൊരു പ്രോബ്ലം ഉണ്ടായി. അതിന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആയിട്ട് ഫിക്സ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിസ്സ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 320 rupees ഈ
പനീർ പിസ്സയ്ക്ക് പ്രൈസ് വരുന്നത്. പക്ഷേ എനിക്ക് ഈ കോട്ടക്കിൻ്റെ PVRൻ്റെ ഒരു കാർഡുണ്ട്. ആ കാർഡ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 80 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ 240 പേ ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ഇന്ന് ആ ഡിസ്കൗണ്ട് വർക്കായില്ല. ഞാൻ മുന്നത്തെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ സിനിമയ്ക്ക് പോയപ്പോഴും പിസ്സ മേടിച്ചപ്പോഴും അന്നും വർക്കായില്ല. പക്ഷെ അതിന് മുന്നേ ഒക്കെ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്തോ ബാങ്കറാന്ന് തോന്നുന്നുണ്ട്, അവർ ഫിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി എനിക്ക് ബോർഡർ ലാൻഡ്സ് സിനിമയുണ്ട്, അവിടെ തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരാമെന്ന് പറയണത്. റെഡിയാക്കി തരുമല്ലോ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഒന്ന് കോട്ടക്ക് ബാങ്കിലൊന്ന് വിളിച്ച് നോക്കണം എന്താ സംഭവം എന്ന്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ എമൗണ്ട്. പക്ഷേ എനിക്ക് അത്രയും വരാൻ പാടില്ല, 240 വരാൻ പാടുള്ളൂ. 320യുടെ സാധനം എനിക്ക് 240ക്കാണ് സ്ഥിരമായിട്ട് കിട്ടുന്നത്. അതെൻ്റെ കാർഡിൻ്റെ ബെനിഫിറ്റാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് കഴിഞ്ഞ തവണയും ഇത്തവണയും അങ്ങനെ കിട്ടാതെ പോയി എന്നുള്ള മനസ്സിലായിട്ടില്ല. ഞാൻ എന്താ പറയുക, ഒരു മിനിമം എക്സ്പെൻഡിച്ചർ എപ്പോഴും സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. എല്ലാ സംഭവങ്ങളും എനിക്ക് അൺലോക്ക്ഡ് ആണ്. അതുകൂടാതെ എന്താ പറയുക, ഇത് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറുമാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച വന്നതും ഞാൻ മിസ്സായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേ ചെയ്തിട്ട് ഞാൻ ആ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പോഴാണ് ഫുൾ എമൗണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ ഞാൻ വന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്തതിനെപ്പറ്റി. അപ്പോൾ അവർ രാത്രി സംഭവം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നോക്കാം, അത് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെന്ന് പറയുക. കാർഡ് ഉണ്ടായിട്ട് കൂടി, അതായത് PVRൻ്റെ സ്പെഷ്യൽ കോട്ടക്കിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കിൻ്റെ കാർഡ് ഉണ്ടായിട്ട് കൂടി ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ നോക്കുമ്പോൾ ഡിസ്കൗണ്ട് അവൈൽ ആവാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വേറെ ആർക്കെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും അഡിയോസ് അമീഗോ, എനിക്ക് ഇഷ്ടപ്പെട്ടു പടം, അത്ര പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ബോർഡർ ലാൻഡ്സ് സിനിമ കണ്ടിട്ട് ഞാൻ അഭിപ്രായം ഇട്ടേക്കാം നാളെ. അപ്പോൾ ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സിനിമയിൽ ഒരു കാര്യം ഞാൻ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ട്, അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഈ സിനിമയിൽ വെള്ളമടി ഭയങ്കരമായിട്ട്, ഡ്രിങ്കിങ് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, അത് കൊള്ളൂല എന്ന് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിനകത്ത് വെള്ളമടി ഭയങ്കര കൂടുതലാണ്. അത് മാത്രമേ എനിക്ക് അങ്ങോട്ട് ഈ സിനിമയിൽ വളരെ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഇങ്ങനെ ഇൻഡയറക്ട്ലി ഡ്രിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഡ്രിങ്കിങ് സ്കൂൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം വരുമ്പോഴേക്കും വെള്ളം രണ്ടെണ്ണം അടിച്ച് കഴിഞ്ഞാൽ സെറ്റാവും എന്നുള്ള രീതിയിലുള്ള ഒരു ബാഡ് മെസ്സേജ് ഈ സിനിമയിലുണ്ട്. സിനിമ മാത്രമായിട്ട് കണ്ടാൽ മതി, കുഴപ്പമില്ല. പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അത് എത്ര പേര് ഞാൻ ചിന്തിക്കുന്ന പോലെ സിനിമ മാത്രമായിട്ട് ചിന്തിക്കുന്നത് എനിക്കറിയില്ല. അത് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു.